വിസി നിയമനത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ സാധ്യത തേടി രാജ്ഭവൻ. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നീക്കം. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഇത്തരത്തിലൊരു അപ്പീലിന് സാധ്യത കൂടുതലാണ്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോവുക എന്നുള്ളൊരു സ്വാഭാവിക നടപടിയാണ്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ ഇത് ഒരു വലിയൊരു വിവാദം, ചർച്ചയായ ഒരു വിവാദം എന്നുള്ള നിലയ്ക്ക് ഈയൊരു നീക്കമെന്നുള്ളതും ഏറെ നിർണായകമാണല്ലേ? നിൽക്കേണ്ടവർ വേർപെട്ട് നിൽക്കുന്നു എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സർവകലാശാല ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സർക്കാരും ഗവർണറും ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട പല കാര്യങ്ങളും വിഭാഗീയമായ ചിന്താഗതികൾ കൊണ്ടും ഒപ്പം തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൊണ്ടും വലിയ തരത്തിലുള്ള ഒരു നിയമ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങി എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലത്തെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ തന്നെ, അതായത് ഡിജിറ്റൽ സർവകലാശാലയുടെയും ടെക്നിക്കൽ സാങ്കേതിക സർവകലാശാലയുടെയും ഒക്കെ VC നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഗവർണർ ഉണ്ടായ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായ സമയത്താണ് ഇങ്ങനെ ഒരു നിയമനം നടത്തിയത്. ആ നിയമനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരാണ് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. സിംഗിൾ ബെഞ്ച് സർക്കാരിന് അനുകൂലമായ വിധി അന്ന് പ്രസ്താവിച്ചിരുന്നു. കൃത്യമായി ഒരു പാനൽ ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിൽ നിന്നും വൈസ് ചാൻസലർമാരെ താൽക്കാലിക ചുമതലയോടുകൂടി നിയമിക്കണം എന്ന് തന്നെയായിരുന്നു. അതേ വിധി തന്നെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിരിക്കുന്നത്. സാങ്കേതിക സർവകലാശാലയുടെയും ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയ്ക്കും ഒക്കെ തന്നെ VC-മാരെ നിയമിച്ച രീതി ശരിയായില്ല. എത്രയും വേഗം ഒരു പാനൽ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്നും സർക്കാർ തീരുമാനിക്കുന്ന തരത്തിൽ ഒരു വൈസ് ചാൻസലർമാരെ നിയമിക്കണം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയും ഒപ്പം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഡിജിറ്റൽ സർവകലാശാലയിൽ ഏകദേശം 350 കോടി രൂപയുടെ ഒരു അഴിമതി ആരോപണം ഈ നിലവിലെ ചുമതലയുള്ള വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ഉന്നയിച്ചിരുന്നു. ആ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അത് പിന്നീട് സംസ്ഥാന ധനവകുപ്പിൻ്റെ വിജിലൻസ് അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ആരംഭിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇത് തന്നെയാണ് സാങ്കേതിക സർവകലാശാലത്തോളം സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രവർത്തനം, അതുമായി അതിൻ്റെ അഡ്മിഷനിലേക്ക് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്താണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയുടെയും VC-യുടെ താൽക്കാലിക ചുമതലയുള്ള ആളിനെ തൽക്കാലം മാറ്റിയിട്ട് അവിടെ ഒരു പൂർണ്ണ ചുമതലയുള്ള ആളിനെ കൊണ്ടുവരണം എന്ന തലത്തിലേക്ക് ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് കോടതി. ഒപ്പം ഇനി താൽക്കാലിക ചുമതലക്കാരെ 6 മാസത്തേക്ക് മാത്രം നിയമിച്ചാൽ മതിയാകും എന്നൊരു നിർദ്ദേശവും ഇന്നലത്തെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിൽ പറയുന്നുണ്ട്. ഈ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങളിലേക്ക് സർക്കാരും ഒപ്പം കോടതിയും കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നലെ തന്നെ ഗവർണർ നിയമോപദേശം തേടിയിരുന്നു. ഏതെങ്കിലും കാരണവശാൽ ഈ വിധിയെ മറികടക്കാൻ കഴിയുമോ, അങ്ങനെ മറികടക്കാൻ കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും, ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഒരു പാനൽ ലിസ്റ്റോ ഒന്നും തന്നെ ഇല്ലാതെ സാധാരണഗതിയിൽ ഒരു വൈസ് ചാൻസലർക്ക് ചുമതല കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഗവർണർ സ്വീകരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് സർക്കാരും ഏറ്റെടുത്തു. എന്തായാലും ഇതൊരു വലിയ നിയമയുദ്ധത്തിലേക്ക് വീണ്ടും നീങ്ങുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം സർക്കാർ ഇന്നലത്തെ കോടതി വിധി അനുസരിച്ചാണെങ്കിൽ ഈ സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും VC-മാർ തൽക്കാലം അവിടുന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവരും കോടതിയെ സമീപിച്ചിരുന്നു. അത് ഗവർണർ രാജ്ഭവൻ നിർദ്ദേശപ്രകാരമാണ് ഈ രണ്ടുപേരും കോടതിയെ സമീപിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അത്തരത്തിൽ ഒരു നിയമോപദേശത്തെ ചോദിച്ചുകൊണ്ടാണ് രാജ്ഭവൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും സർക്കാരും ഗവർണറുമായിട്ടുള്ള യൂണിവേഴ്സിറ്റി തലങ്ങളിലുള്ള പോരാട്ടം അതിശക്തിയായി തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാളിദാസ്. ഡി ബിനോയ്, തുടരുക. എന്തായാലും സുപ്രീം കോടതിയെ സമീപിക്കാനായി നിയമോപദേശം തേടിയിരിക്കുന്നു ഗവർണർ. രാജ്ഭവൻ ഇനിയിപ്പോൾ ആ ഒരു വിധി, താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ ആ ഒരു വിധിക്കെതിരെയുള്ള ഒരു പോരാട്ടം വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.